ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടെന്ന് പോകുന്നുണ്ട്. അമ്മച്ചി കസേരമിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെന്താണാവോ അമ്മച്ചി കസേരമിരിക്കണേന്ന്. അമ്മച്ചിക്ക് താഴ്ത്തിരുന്ന അപ്പം മുട്ടുവേദന വരും അല്ലേ? മുട്ടുമടക്കി ഇരിക്കാൻ പാടാ. അതുകൊണ്ടാണ് അമ്മച്ചി കസേരമേയും ഞാൻ താഴ്ത്തിരിക്കുന്നത് കേട്ടോ. ചൂലും കൊണ്ട് നീ എങ്ങനെ പോണതാ? നേരെ പോലത്തെ വെച്ച് തന്നെ മിറ്റടിക്ക് ഇറങ്ങിയ കൊച്ച് എന്ത് സ്നേഹമുള്ള കൊച്ച. കടിച്ചിട്ട് അമ്മമ്മയുടെ വായിൽ വെച്ച് കൊടുക്കും. ഭയങ്കര പേടിയാവുന്നല്ലോ അവര്. അമ്മച്ചി ആപ്പിളിന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതേ കടിച്ച് തുപ്പിയിട്ട് നോക്കിയേ. എല്ലാവരും കളിച്ചു കുറിച്ച് തിന്നത് കളിച്ചു കുറിച്ച് തുപ്പളാത്രയും ആടിട്ട് കളിപ്പിച്ചു കൊച്ച് കടിച്ച് അതില്ല, ആ പരിപാടി ഇല്ല അവന്. അതിന്റെ സല്യൂട്ടാ. എന്നിട്ടത് ജയ് ചെയ്യണോ? നമ്മുടെ പറമ്പിലേ ഫുള്ള് ജാതിക്കായ, ജാതി മരങ്ങളുള്ള കണ്ട. ഇതൊക്കെ ജാതിയാണ് കേട്ടാ. ഈ ജാതിക്കായ വീണ് താഴ്ത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ അടിയിൽ ഫുള്ള് ചവറായതുകൊണ്ട് നമുക്ക് കാണാനും പറ്റണില്ല. പറക്കാനാണെങ്കിൽ ആളുമില്ല. ഇത് പറക്കി നടക്കണമെങ്കിൽ കുറേ നേരം എടുക്കും. അമ്മച്ചിക്ക് പറക്കാൻ പറ്റില്ലല്ലോ. അമ്മച്ചിക്ക് പറക്കി കഴിഞ്ഞാൽ വയ്യാണ്ടാവും. ഞാൻ പറക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി സമ്മതിച്ചില്ല. അപ്പോൾ ഫുള്ളിങ്ങനെ എന്താ പറയുക, ആദിപത്രികളൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ എന്താ പറയുക മോഷ്ടിച്ച് തിന്നിട്ടുണ്ടാവും. ആകെ കായില്ലേ, മറ്റേ ബ്ലാക്ക് കളർ കായ മാത്രം ഉണ്ടാവുള്ളൂ. പത്തിരി കിട്ടാറില്ല നമുക്ക്. കാരണം പത്തിരി നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ പോയി നോക്കി കഴിഞ്ഞാൽ പത്തിരി കിട്ടില്ലല്ലോ. കായ മാത്രം ഉണ്ടാവാറുള്ളൂ. പക്ഷെ ആ കായ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് പറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മുൻപ് അമ്മച്ചിക്ക് വയ്യാണ്ടിരുന്ന സമയത്ത്, ഞാൻ ഇവിടെയുള്ള സമയത്ത് ഞാനാണ് ഇതൊക്കെ പറക്കാറുണ്ട് കേട്ടോ. മുൻപ് ഇവിടെ ഒരു കറ്റാർവാഴ ഞാൻ നട്ടിട്ടുണ്ടായില്ലോ, കൊല്ലങ്ങൾക്ക് മുൻപ്. ആ കറ്റാർവാഴനും ഇവിടെ കാണാൻ ചെയ്യാം. ഈ ചാക്കിൽ നട്ടുണ്ടായി. ആ ചാക്കിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പം പുല്ല് പിടിച്ച് കാര്യമായിട്ട് നടക്കാം, പുല്ലായേക്കാം. പക്ഷെ ജാതിയുടെ മരത്തിൻ്റെ മുകളിലൊന്നും കാണാനില്ല. താഴ്ത്ത് വീണ് കഴിഞ്ഞേക്കുന്നതാണ്. വെറുതെ ഇറങ്ങി തട്ടുന്നു. ഒരു ജാതിക്കായ പൊട്ടിക്കാന്ന് വെച്ചിട്ട് ഒരു ജാതിക്കായ വരെ താഴ്ത്ത് കാണില്ല കേട്ടോ. ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ താഴ്ത്തൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കണ്ട്. ഒക്കെ വീണ് കഴിഞ്ഞു. അടിയിൽ കിടക്കണ്ടാവോ? ജാതിയുടെ അടിയിലും ഫുള്ള് ചവറല്ലാണ്ടൊന്നും കിടക്കണില്ല. ജാതിക്കായനെ കാണാനില്ലല്ലോ. ആദ്യം പിന്നെ അതിരുടെ മറ്റേ ഇതില്ലേ കവുങ്ങ്, അടയ്ക്ക അതുണ്ട്. തെങ്ങുണ്ട്. തെങ്ങ് കുറവാട്ടോ. ആ ഒരു ജാതി പീസ് കിട്ടി, ഒരു ജാതിക്കായ കിട്ടി കുഞ്ഞിത്. അത് എത്തില്ല കേട്ടോ. ഹൈറ്റ് വളരെ കൂടുതലുള്ള കാരണം എത്തില്ല. ഇതാണ് കേട്ടോ ജാതിക്കായ. കണ്ട കായ, അതന്നെ ജാതി. ഇതാണ് ജാതിക്കായ. അതെ, ഇവിടെ ജാതിക്കായ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഉണക്കാൻ ജാതിക്കായ ഇട്ടിട്ടുണ്ട്. അതാണ് ആദം ദേവി കാണിച്ചു തന്നെ. ആ കായയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫലമാണത്. ഇത് ജാതിപത്രിയും ജാതിക്കായും. ഇത് നമ്മൾ മറ്റേ എന്താണ് വയറുവേദനയ്ക്ക്, അതുപോലെ തന്നെ മസാലയിലൊക്കെ ജാതി കായ അടിച്ചിടും. നല്ലതാണ്. ഒരുത്തൻ ജാതിക്കായ എന്ന് പറഞ്ഞു പോയി. ആ ജാതിക്കായ അപ്പച്ചന് പറ്റണ സമയത്ത് പറക്കി വെച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പം ഇന്ന് നല്ല വെയിലുള്ളതുകൊണ്ട് അമ്മച്ചിരി അത് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ആദം ബേബി ഒരുത്തിന് കഞ്ഞി കൊടുത്തതാ. അതെ, ഈ രൂപത്തിലേക്ക് ആക്കിയവൻ. ഞാൻ ഇനി വീഴ് മേത്ത് ഫുള്ളും ആക്കി ഇവിടെ ഫുള്ള് വിതച്ചു. എന്തിനാണോ? അതന്നെ കണ്ടു. നല്ല വെയിലും കാറ്റും. ദേ നമ്മുടെ മരങ്ങൾ ആടണം നോക്കി. വെയിലത്ത് കാറ്റ് വന്നിരിക്കണ്. ഇത് കണ്ട. ആകാശത്ത് നല്ല ഭംഗിയുണ്ടല്ലേ ആകാശം എന്ന് കാണാൻ വേണ്ടിയിട്ട്. വാവ്, ഭയങ്കര വലിയ ചേനയുള്ള കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗി നല്ലതാണാവോ അല്ലേ? ചേന അങ്ങനെ ചീത്തയാവില്ല. ചേന ചീത്തയൊക്കെ ആവും. എന്താ ചീത്തയാവുണ്ട്? അപ്പൊ ചേനയുടെ സൈഡ് എന്താ അങ്ങനെ ഇരിക്കണേ? അതാണ് ചീത്തയാവില്ലേ? ചേന കൊറേ ദിവസം പുറത്തിരുന്ന ചീലിയ
പുറത്തല്ലല്ലോ ആ പുറത്തിരുന്ന ചീലി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ കൊച്ചിന് വൃത്തിക്കേണ്ട ഒറ്റ വീക്ക ഇപ്പൊ കൊച്ചു കണ്ണുള്ള അത് ചൊറിയത് ഇതിന് അത് പിടിച്ച് വലിച്ചോണ്ടിരിക്കും. കേട്ടാ വണ്ടിയിൽ മുഴുകിയിരിക്കും. അതിനവിടെ ഒരു JCB വന്നിട്ടുണ്ട്, അതിനെ നോക്കിയിരിക്കത്. അതന്നെ ഞാൻ മലയാളത്തിൽ ചോദിച്ചേ, മലയാളത്തിലാണ് ചോദിച്ചേ നല്ലതാണോന്ന്. ആദത്തിന്റെ അമ്മിണീനെ ഇവിടെ എവിടെയോ കണ്ടുണ്ടായില്ലോ. അതും അമ്മിണി അല്ലാതിന് ഞാനിപ്പോ എവിടെയോ കണ്ടു. ഇപ്പൊ അത് പോയി. ആ വഴിയുടെ അവിടെ കണ്ട് നിക്കണ്ടെന്ന് പോയാ ഈശ്വര. അപ്പൊ മഴയിൽ വിട്ടു കണ്ടോ, മഴയത്ത് വിട്ടുപോയി. അപ്പൊ അതും കണ്ട JCB നമ്മള് കറി വെക്കാൻ പോകുന്നത് മോരും ചേനയും അല്ലേ, വിത്ത് ചിക്കൻ കറി അല്ലേ. പലർക്കും പല കറികളാണ്. പലർക്കും പല കറികൾ വേണമെന്നോ? എനിക്ക് ഏത് കറിയായാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഏത് കറിയും തിന്നും. സപ്പോട്ട മരം എവിടെയാ? സപ്പോട്ട മരം എവിടെയാന്ന് പാടത്ത അമ്മക്ക് കാണിച്ചെന്നേ, വാ നമുക്ക് പോയി നോക്കിട്ട് വരാം എവിടെയാണ്. സപ്പോട്ട കാണിച്ചത്. ആ സപ്പോട്ട എവിടെയാന്ന് കാണിച്ചതായോ? എവിടെയാ ദീകാക്ക കാണിച്ചതായോ? കാണിച്ചതായോ? വാ അമ്മക്ക് അറിയില്ല എവിടെയാണ്, കാട്ടിത്തായോ? വാ ഇറങ്ങി. ഈ സപ്പോർട്ടിക്ക് വേറെ സ്ഥലത്ത് വേറെ പേര് പറയും. ഞങ്ങള് വീഡിയോയില് പറയുന്നത് അപ്പൊ എന്നിട്ട് പേരെന്താ വായനുണ്ട് മറന്നു കിട്ടാൻ. ആർക്കെങ്കിലും അറിയ പേര് കമന്റ് ചെയ്യാൻ കാണിച്ചു തരാം എന്താ സംഭവം. പല പേരായി. വായ നമുക്ക് സപ്പോർട്ട നോക്കിട്ട് വരാം. വാ പഴുത്തിട്ടുണ്ടോ നോക്കാം. ഞാൻ സപ്പോർട്ടേനെ നോക്കാൻ പോവാണ്. നീ പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞില്ല എന്നല്ലേ പറഞ്ഞത്. അവൻ എന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൻ നിൽക്കാട്ടാ. ഇറങ്ങി ഞങ്ങൾ സപ്പോർട്ട മരത്തേനെ നോക്കാൻ പോവാം. സോറി സപ്പോർട്ടന്മാരല്ല, സപ്പോർട്ടേനെ നോക്കാൻ പോവാ. കൊച്ചിന് സപ്പോർട്ടയല്ല, നമ്മുടെ ഇവിടെ ഈ പറമ്പിൽ അപ്പുറത്തെ പറമ്പിലേക്ക് ഒരു JCB വഴി കൂടെ പോയിട്ടുണ്ട്. ആ JCB ആണ് അവൻ്റെ ലക്ഷ്യം. അവൻ അതിനെ നോക്കി നിൽക്കുക. കേൾക്കണ്ട ഈ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പിന്നാലെ. അയ്യോ എവിടെയാ സപ്പോർട്ട? എവിടെയാ സപ്പോർട്ട? എവിടെയെന്ന് കാണിക്കുമോ നോക്കട്ടെ കേട്ടോ. ഈ സപ്പോർട്ടേമേ പഴുത്തത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുമ്മേ ഓരോന്ന് വാർന്ന് വീഴുന്നുള്ളല്ലോ. മുകളിലെവിടെയാതാ? അമ്മിച്ച് പറഞ്ഞു ഇതുമ്മ കുറേ ഉണ്ടെന്നത്. ഇവിടെ ഉണ്ട് സംഭവം, കണ്ട കാണില്ലല്ലോ. താഴത്തെ കൊമ്പുമ്മണ്ടാ? ഞാൻ കാണില്ലല്ലോ ദൈവമേ. അമ്മിച്ച് പറഞ്ഞു താഴത്തെ കൊമ്പുമ്മ ഉണ്ടെന്ന്. കണ്ണ് കാണില്ല കർത്താവേ, ഞാൻ കാണില്ലല്ലോ. കണ്ണ് അടിച്ചു പോയി എൻ്റെ. ഞാൻ കണ്ടു. ഇതാണ് സപ്പോട്ട. കണ്ട ഇത് പഴുത്തിട്ടൊന്നുമില്ല കേട്ടാ. ദേ കണ്ട ഇത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ പഴുത്തുന്നു. ഇത് ജസ്റ്റ് ഇങ്ങനെ വാർന്ന് വീഴുന്നുള്ളൂ. കണ്ട ഇത് പഴുത്ത് കഴിയുമ്പോൾ എന്താ പറയാന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അവിടെ എന്തൊക്കെ പറയണേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോട്ടെ. കണ്ട ഇത് വലുതായി കഴിഞ്ഞ് ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ വരണുള്ളൂ. ഞാൻ പറയില്ല അപ്പുറത്തെ പറമ്പിൽ JCB വന്നിട്ടുണ്ടെങ്കിൽ ഈ ആദത്തിന് ഇപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി. പക്ഷെ അവിടെ ഫുള്ള് ഇങ്ങനെ എന്താ പറയുക പുല്ലൊക്കെ പിടിച്ച് അത് ക്ലീനാക്കാൻ അത് വന്നേക്കണേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്ല പഴുതാരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോനെ കുത്തും. നമുക്ക് പോകണ്ട, അവിടെ നിന്നാൽ മതി. പോയിപ്പോൾ കണ്ടില്ലേ, അത് മതി. കൊതുകുത്തൂട്ടാ. അങ്ങോട്ട് പോണ്ട. വാ പോവാം. കത്തിക്ക് കയറിക്കോ. കൊതുകുത്തുന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ മാങ്കോസ്റ്റ്. ഇതും ഒരു ഫലം ഇതുവരെ വന്നിട്ടില്ല. കറ്റാർ വാഴയൊക്കെ മുൻപ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. കറ്റാർ വാഴയുടെ ജെല്ലില്ലേ, ആ കറ്റാർ വാഴയുടെ ജെല്ലെടുത്തിട്ട് നിങ്ങൾ ഫേസിൽ ഇങ്ങനെ എന്താ പറയുക പിമ്പിൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫേസിൽ പറ്റുന്നത് നല്ലതാട്ടോ. കറ്റാർ വാഴയുടെ പ്യുവർ ജെല്ല്, അതായത് നമ്മൾ വാങ്ങണ ജെല്ലല്ല, ഒറിജിനലായിട്ടുള്ള കറ്റാർ വാഴ ജെല്ല്. കാരണം എൻ്റെ മുഖത്ത് മുൻപ് ഇങ്ങനെ എന്താ പറയുക കുരുക്കളും അതുപോലെ തന്നെ ഇങ്ങനെ പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കറ്റാർ വാഴയുടെ ജെല്ല് പറ്റാൻ.
അപ്പം ഞാൻ ആ ഇടയ്ക്ക് ഇവിടെ കറ്റാർവാഴയുടെ ജെല്ലല്ല കറ്റാർവാഴയൊക്കെ നട്ടുപിടിപ്പിച്ച് ജെല്ല് പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. അത് നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ അത് പുറത്ത് വയ്ക്കുമ്പോൾ ചീഞ്ഞ് പോകും. അപ്പോൾ അതൊക്കെ പോയി. അതൊന്നും ഇവിടെ കാണാനില്ല. അതൊക്കെ പോയി. വംശനാശം സംഭവിച്ചതിനൊക്കെ ഇപ്പം ചില മോരുകൾ ഇത്ര പെട്ടെന്ന് നടപ്പത്തായ ഇപ്പൊ തന്നെ കൊണ്ടുവരുന്നുണ്ടായിരുന്നുള്ള ചേനരിഞ്ഞ് അപ്പേക്കും ഇവിടെ കോഴിക്കൂട്ടിന്റെ കുറച്ച് കായിട്ടുണ്ട്. അത് എനിക്ക് എടുത്തിട്ട് ഇതിന്റെ പൊടി ഉണ്ട്, അത് മാറ്റി കളഞ്ഞോളൂ. എനിക്ക് ആ പൊടി പറ്റില്ല. പൊടി മാറ്റി കളഞ്ഞിട്ട് കായ പറിക്കാൻ അതിട്ടുണ്ട്. ആ പൊടി അവിടെ തട്ടിക്കൊള്ളു. കോഴിക്കൂടിന്റെ ഉള്ളിലാ? ഞാൻ കുറച്ചേരിട്ടുണ്ട്. കോഴിക്കൂടിന്റെ ഉള്ളിലെ ജാതിക്കായ ഇപ്പൊ കോഴികളൊക്കെ കളഞ്ഞ് അമ്മച്ചി കോഴിക്കൂട്ടില് ജാതിക്കായനാക്കിയില്ല. കോഴിനെ വളർത്താൻ നമുക്ക് പറ്റില്ല. എന്തിന് മതി മോര് കറിയൊക്കെ ചെല്ലേ. ഫുള്ള് പറഞ്ഞാൽ പൊടി പിടിച്ചിരിക്കുക. ഫുള്ള് പൊടി കേട്ടാ. ഇത് അമ്മിച്ചെടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ അമ്മച്ചിക്ക് അലർജി വരും. ഈശോ ജാതിക്കായ അതില് നിറച്ചും പൊടിയുണ്ട്. അപ്പൊ ഈ ജാതിക്കായനെ അമ്മച്ചി കോഴിക്കൂട്ടികളൊന്നും ഇപ്പോൾ ജാതിക്കായ എന്ന് പറഞ്ഞാൽ കാരണം മോളിക്ക് കയറാൻ അമ്മച്ചിക്ക് പറ്റില്ല. മോളിക്ക് കയറി കഴിഞ്ഞാൽ എന്താണ് പറയാ കാലുവേദന വരും. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്ത് കിടക്കണ അറിഞ്ഞേ കയറാനൊരു പേടി. മോള് ഷീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി കയറാനൊരു ചെറിയൊരു പേടി. അപ്പം കോഴിക്കൂട്ടിലേക്കാണ് ഇപ്പോൾ ജാതിക്കായനെ ഇട്ടേക്കണേ. വേണ്ട കോഴിക്കൂട്ടിലാണ് ഇപ്പോൾ ജാതിക്കായ. സാധാ കോഴിക്കൂടുകളിൽ കോഴിയിൽ വളരാറ്. ഇവിടെ ജാതിക്കായ ഉണക്കാനുള്ളൊരു സ്പേസ് ആക്കി വെച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും കണ്ട പൊടിയുണ്ടാവും. പൊടിയായേക്കാ ഇപ്പൊ പൊടി. ഇപ്പൊ ഈ പൊടി അടിയിൽ നിറച്ചും പൊടിയായിട്ടോ. അതേ കണ്ട. അതാണ് എന്നോട് പറഞ്ഞ പൊടി കളഞ്ഞിട്ട് ഇട്ടോളൂ. പൊടി കളഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഒന്ന് കൈ കൊണ്ട് കാണിച്ചിട്ടിടാം. പൊടി പറ്റില്ല. പൊടി വരുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര വയ്യാണ്ട് വരും. അതുകൊണ്ട് മാക്സിമം അമ്മച്ചി ജാതിക്കായ പറക്കാറില്ല. അത് അമ്മച്ചി പറക്കി വെച്ചേക്കണ ജാതിക്കായ ഒന്നുമല്ല. ഇത് അപ്പച്ചന് പറ്റണ സമയത്ത് അപ്പച്ചൻ ഞായറാഴ്ചകളിലും അതുപോലെ തന്നെ രാവിലെ തന്നെ കടയിൽ പോണതിന് മുൻപൊക്കെ പറക്കി വെച്ചുകൊണ്ടിരുന്ന ജാതിക്കായാണ്. അല്ലാണ്ട് അമ്മച്ചി പറക്കാൻ നമ്മുടെ ഇടല് കഴിഞ്ഞിട്ടോ. പക്ഷെ പൊടി പറഞ്ഞാൽ നമുക്കും പറ്റലൊന്നുമില്ല. തുമ്മല് പിടിക്കേ പൊടിക്കേ ആ മാതിരി പൊടിയുണ്ട് ജാതിക്കായയിൽ. ഇവിടെ സൂക്ഷിച്ച് നമ്മൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ തലയും തല്ലി വീഴും. നമ്മൾ മഴ പെയ്ത് കിടക്കണ കാരണം കണ്ട ഇവിടെ ഇങ്ങനെ പൂപ്പലായി. നല്ല മണം വന്നിട്ടുണ്ടല്ലോ അമ്മച്ചി. വേറൊരു മണമുള്ള തന്നെ മോരുകറിയുടെ മണമല്ല, വേറെ എന്തൊരു മണം പോലെ വരും. അതുണ്ട് ദേ മോരുകറി ഉണ്ടോ? ആ മഞ്ഞളോ മോരുകറി ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നു ഞാൻ എത്തിയപ്പോഴേക്കും. ആ എന്നിട്ട് വേപ്പലയാ വേപ്പല മുളക് വറ്റൽ മുളക് താളിച്ച സെറ്റ്. ഇത് രാവിലെ അപ്പച്ചന് പുട്ടുണ്ടാക്കി കൊടുത്ത റാഗി പുട്ട്. റാഗി വിത്ത് ഓട്സ്. കറി റെഡി ആയിട്ടില്ലേ? മോര് കറി റെഡിയായി. ഞാൻ വെച്ചത് ഇവിടെ ചിക്കനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുകൂടി പണിയില്ലേ? അതായത് അപ്പച്ചന് ചിക്കൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അമ്മച്ചി മോര് കറി വെച്ചത്. രാവിലെ ഉപ്പേരി. ഇപ്പൊ രാവിലെ തന്നെ അമ്മച്ചി മോര് കറി വെച്ചു. രാവിലെ തന്നെ അമ്മച്ചി ബീട്രൂട്ടൊക്കെ മുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചിക്കനത്തുള്ള മോര് കറി. ആ ഇന്ത്യ കാറാ അതിന് അമ്മച്ചി ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ട് മാത്രമല്ല ദോശയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ഇത്തിരി എടുത്ത് വെച്ചിരുന്നു. കുറച്ച് 2-3 ദോശ ഉണ്ടാക്കി. അതില് കഴിഞ്ഞു. കൊറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞു പോണത് ഉണ്ടാക്കിയിട്ടല്ലേ കാര്യമുള്ളൂ. പുറത്ത് മഴ പെയ്യുണ്ടതേ
ചെറുതായിട്ടുള്ളൂ, നല്ല മഴയുണ്ട്. ചിക്കൻ കറി അരിയാൻ അല്ല ചിക്കൻ കറി ഉണ്ടാക്കാൻ ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി സവോള ഇഞ്ചി പച്ചമുളക് രാവിലത്തെ മോര് കറി പരിപാടി കഴിഞ്ഞു. ഇനി ചിക്കൻ കറി കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ സംഭവം കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടാണ്. സവോള ഇഞ്ചി പച്ചമുളക് കമ്മിച്ചിയുടെ അരിയിൽ ചിക്കൻ അടുപ്പത്തായി. ചിക്കൻ കറി എന്തായി സെറ്റായ നേരത്തെ വെളുത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ കറക്റ്റ് രൂപത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നല്ല ചിക്കൻ്റെ കളറായിട്ടുണ്ട്. പിന്നെന്താണ് പിന്നെ വിശേഷങ്ങൾ പറയാനുള്ള? അമ്മച്ചിക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ? അമ്മച്ചിക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് ആരോ ചോദിച്ചെന്റെ അമ്മച്ചിയുടെ മനസ്സിലെ വിഷമം പറ്റുക പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നും. പിന്നെ വിഷമം ഉണ്ടല്ലോ, അപ്പച്ചന് വയ്യാണ്ടിരിക്കല്ലേ. അപ്പച്ചന് വയ്യാത്ത മാസത്തോളം കട പൂട്ടിയിരുന്നിട്ട് ആൾക്കതിനെല്ലാം വിഷമം, കട തുറക്കാൻ പറ്റാത്ത കാര്യങ്ങളും വീട്ടിലിരുന്നിട്ട് ആകെ ബോറടിക്കുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അതൊക്കെ നമ്മളെല്ലാം കാണണേ, ഞാനെല്ലാം കാണണേ. അപ്പൊ ആ ഒരു വിഷമം എന്തായാലും അമ്മച്ചിക്കും ഉണ്ടാവും. അതായിരിക്കും മുഖത്ത് ഇങ്ങനത്തെ മുഖം കാണുമ്പോ ആൾക്കാർക്ക് അത് പെട്ടെന്ന് വായിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആൾക്ക് നിവർത്താൻ പറ്റുമോ എന്താന്നൊക്കെ ഇപ്പൊ നാളിങ്ങനെ. അപ്പച്ചനൊരു പേടിയുണ്ട് കേട്ടോ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ നമ്മുടെ കൈ നിർത്താൻ പറ്റുമോ എന്നുള്ളത്. ഓപ്പറേഷൻ കഴിഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാലും സ്റ്റിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ ഇനിയിപ്പൊ എന്താവും, കൈ നിർത്താൻ പറ്റുമോ, കൈ അനക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു പേടി അപ്പച്ചനുണ്ട്. അങ്ങനത്തെ പേടി ഉള്ളതുകൊണ്ട് അങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അമ്മച്ചിക്ക് ആ വിഷമം ഉണ്ട്. അതുകൊണ്ടാണ് അമ്മച്ചിയുടെ മുഖത്ത് ചെറിയൊരു വിഷമം. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഇത്രയും ജീവിതത്തിൽ ആദ്യമായിട്ട് ആൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായേക്കണതിന്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കണതിന്. അപ്പൊ അതൊക്കെ ആൾക്കും ഭയങ്കര പേടി. ആളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ, നമുക്ക് സ്വസ്ഥത ഇല്ലല്ലോ. ആ സ്വസ്ഥത ഇല്ല, അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെയുള്ള അസ്വസ്ഥതകളല്ല. അതെ, ഡെയിലി നമ്മളിപ്പോ വീഡിയോ കാണുന്നവർക്ക് അത് പെട്ടെന്ന് മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെന്ന് വെച്ചാൽ ആളൊരു ഹർത്താൽ വന്നാൽ തന്നെ 4 മണിയാകുമ്പോ പോയി കട തുറക്കും. അങ്ങനെയുള്ള ആളാണ്. ഒരു മാസത്തോളം എപ്പോഴത്തേക്കും പറിക്കൊണ്ടിരിക്കുന്ന കട പോയി ആ ഒരു ടെൻഷൻ സാധനങ്ങൾ കുറെ നശിച്ചു പോയി. ഈ സാധനങ്ങൾ നമ്മൾ കട തുറക്കുമ്പോ ഫുൾ സാധനങ്ങൾ ഒന്നേന്ന് തുടങ്ങി പലചരക്ക് ഒഴിച്ച് ബാക്കി ആദ്യ കൂടി ഒന്നേന്ന് തുടങ്ങി നമുക്ക് എണ്ണണം. അതിന് കുറെ പൈസ ഇറക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആൾക്ക് ഓരോ ടെൻഷനുകൾ ഇറക്കാണ്ട് പറ്റില്ലല്ലോ നമുക്ക്. പക്ഷെ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, കൈയുടെ കാര്യം ആൾക്ക് ഭയങ്കര പേടി. അങ്ങനെയുള്ളതുള്ളൂ. പോയേ എവിടേക്ക് എന്റെ മോൻ ഇവിടെ ആക്കിട്ട് പോയാ? എവിടെ ആക്കിട്ട് പോയാ? എവിടെ എവിടെ പാടത്താ? പാള കടിക്കണ എന്തിനാ? നോക്കിക്കൊണ്ടിരുന്ന ഇറ്റാച്ചി ഇതാണ്. ഇറ്റാച്ചി നമ്മൾ ഇത്ര നേരം JCB പറഞ്ഞോണ്ടിരുന്നത്. അതെന്താ ഇവിടെ നോക്കി നിക്കണ്ട്. അത് അതിനെ കൊണ്ടുപോകാൻ പോവാ. അതിനെ കൊണ്ടുപോകാൻ പോവാന്ന്. ഇപ്പൊ വേറെ വണ്ടി വന്നിട്ട് ആ വണ്ടിയുടെ ഉള്ളിൽ കയറ്റും അതിനെ. അതും കൂട്ടാ എന്തൊരു സൂക്ഷ്മതയില വന്നിക്കണേ നോക്കി, ശ്രദ്ധിച്ച്. വേറെ വണ്ടി പോട്ടം കഴിഞ്ഞു. പിന്നെ ഇവിടെ ജീവനാ. JCB ഭയങ്കര ഇഷ്ട. പോണ്ട JCB അല്ല ഇറ്റാച്ചി ഇതേ പോണ്ട. ഇതെന്താ വീട് തിരിക്കണേ? അപ്പൊ നമ്മുടെ അമ്മച്ചിയുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? വിഷമങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് എത്ര വർഷമായി ഇപ്പൊ കട തുടങ്ങിയിട്ട്? 10-25 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി കട തുറന്ന് ആകെ ഹർത്താലുകൾക്ക് മാത്രം. 10-25 കൊല്ലം കോട്ടയിൽ തുടങ്ങിയിട്ട് അപ്പച്ചൻ 13 വയസ്സിൽ തുടങ്ങിയ കച്ചവടം. ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് കാടുകുറ്റി ജംഗ്ഷനിലായിരുന്നു പണ്ട് കല്യാണത്തിനൊക്കെ കാടുകുറ്റിയിലായിരുന്നു കട. അത് കഴിഞ്ഞ പിന്നെയാണ് സ്റ്റെബിയൊക്കെ എത്രാം ക്ലാസ്സിലായപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല എത്രാം ക്ലാസ്സിലാന്നുള്ളത്. ഞങ്ങളൊക്കെ എത്രയോ ക്ലാസ്സിലായപ്പോഴാണ് നമ്മൾ കോട്ടയിലേക്ക് കട തുടങ്ങി. അന്ന് തുടങ്ങി
ഇന്ന് വരെ കട ഒരു ദിവസം പോലും അടച്ചിടേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കണം. അപ്പൊ അത് ആർക്കായാലും വിഷമം ഉണ്ടാവും. അപ്പൊ നമുക്ക് വിഷമമൊക്കെ ഉണ്ട്, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ആളുടെ ആരോഗ്യമുള്ള ഇമ്പോർട്ടന്റ്, അത് കഴിഞ്ഞിട്ടല്ലേ കട. പൈസ നമുക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ആരോഗ്യം അങ്ങനെയല്ലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനുള്ള എന്നിട്ട് പറയാ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് പറ്റില്ല. കടയുണ്ടാകുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് വിഷമിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിരിക്കട്ടെ. ബേബി നമ്മുടെ ചേട്ടൻ ഇവിടെ വന്നിട്ട് കുണ്ണീനെ പിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വരും. ചേട്ടാ ചേട്ടാ എല്ലാ റാഞ്ചാ നിൽക്കുന്നുണ്ട്. തക്ക നോക്കി നിക്കണ പോലെയാണ്. പക്ഷെ മനസ്സിലായാലാണ്, പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. എത്ര പൈസ ഡിഫറൻസ് അല്ലോ, ഇവനെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.